ചേട്ടൻ വിചാരിക്കും വല്ല കറുകക്കുറ്റി പോലത്തെ സ്ഥലമാണെന്ന്. സോ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ അത് മര്യാദക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയാം. നിങ്ങൾ ആരാണ്? എവിടുത്തെ ടീച്ചർമാരാണ്? മാത്രമല്ല നിങ്ങൾ ആരാ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? അപ്പൊ ഇനി എന്ത് ചെയ്യരുത്? ഗ്യാസ് വേണ്ട, ഗാസ്. കാറ്റ്, കാറ്റ്. ക്ലിയർ ആണല്ലോ? ഇത് പത്രക്കാർ വലിയ ഈ പത്രക്കാരുണ്ടല്ലോ, വിവരമില്ലാത്ത പത്രക്കാരാണ് ഇതിന് വലിയൊരു ശതമാനം ഉണ്ടാക്കുന്നത്. ഇപ്പൊ വിസ വിസ എന്ന് പറയുന്ന സാധനം ഇല്ല, വീസ. എന്താ പറയുന്നത്? ഏതെങ്കിലും മലയാള പത്രത്തിൽ വീസ എന്ന് കണ്ടിട്ടുണ്ടോ? ഗ്യാസ് അടുത്ത നാളെ മറ്റേ ഗംഗയുടെ ഗ മാത്രം ഇട്ടിട്ട് എഴുതുന്ന ഏതെങ്കിലും പത്രക്കാരെ കാണോ? ഇല്ല. അപ്പൊ പത്രക്കാരും ഇവരൊക്കെ ഒരു വലിയ ഘടകമുണ്ട് ഇതിനകത്ത്. കാര്യം അതാണല്ലോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. യെസ് ഓർ നോ? ഓക്കെ. പിന്നെ അതെല്ലാം ഉപരി നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാർക്ക് നല്ലൊരു പങ്കുണ്ട്. ഇതുപോലെ ആരും പറയും. നമ്മുടെ കുട്ടികളും പറയണം. പറയാതിരിക്കണമെങ്കിൽ ഇത്രയും കാലം പറഞ്ഞതൊക്കെ അതില് പശ്ചാത്താപവും അമിതമായിട്ടുള്ള വലിയ പൊറുക്കലൊക്കെ തേടിക്കൊണ്ട് എന്ത് ചെയ്യുക? കറക്റ്റ് പഠിപ്പിക്കുക. മനസ്സിലായോ? ഓക്കെ, പറയൂ. അപ്പൊ ജയ് കഴിഞ്ഞു. ജയ് കഴിഞ്ഞ ഏതക്ഷരം? കെ. പറഞ്ഞേ കെ. ദെൻ കെ കഴിഞ്ഞാൽ എല്ലല്ല, എൽ. മലയാളത്തിലെ ലായും ലായുടെയും കോമ്പിനേഷൻ ആണെന്ത്? എൽ. പറയൂ, എൽ.